നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സന്തോഷത്തിനെ കുറിച്ചാണ്. സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പലതായിരിക്കും. അത് ആളുകൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദാഹിച്ച് വലയുന്ന ഒരാൾക്ക് ഒരു തുള്ളി വെള്ളമായിരിക്കും ചിലപ്പോൾ സന്തോഷം. അസുഖം ബാധിച്ചിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടുന്നതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ സന്തോഷം എന്താണെന്ന് നമ്മളാണ് തിരിച്ചറിയേണ്ടത്. നമ്മൾ പലപ്പോഴും സന്തോഷം മറ്റെവിടെയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണമോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരമോ ഒക്കെ ആയിരിക്കും നമ്മൾ അതിന് കാരണമായിട്ട് കാണുന്നത്. പക്ഷേ സന്തോഷത്തിന് നമ്മൾ എവിടെയും തിരയേണ്ട കാര്യമില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണുള്ളത്. മമ്മൂക്ക ഒരു വട്ടം ഒരു കഥ പറഞ്ഞിരുന്നു, ഒരു പ്രൊഫസറുടെ കഥ. അവരുടെ ചുറ്റുപാടുള്ള എല്ലാവരും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള കാര്യമാണ്. നമ്മളുടെ ഇടയിൽ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും, പൈസ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. അപ്പോൾ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ കുറേ ഗോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഹാപ്പി ആയിരിക്കും എന്നുള്ളത്. ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും, അത് ഇന്നെവിറ്റബിൾ ആണ്. പക്ഷേ സംതൃപ്തിയോട് കൂടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വേണമെങ്കിൽ ഒരു പൂവ് കണ്ടു കഴിഞ്ഞാൽ സന്തോഷിക്കാം, ഒരു പൂമ്പാറ്റേനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷിക്കാം, കൂട്ടുകാരുടെ ഇടയിൽ നല്ല സംസാരങ്ങൾക്ക് സന്തോഷിക്കാം, നല്ല സമയങ്ങൾ, നല്ല യാത്രകൾ. സന്തോഷം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പറയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയും. പക്ഷെ ഞാനത് പറയാറില്ല. കാരണം നമ്മൾക്കെപ്പോഴും ഒരു ത്വര, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യണമെന്നുള്ള ത്വര ഉണ്ടെങ്കിലാണ് നമ്മൾ പുതിയ പുതിയ ഗോൾസ് കണ്ടുപിടിക്കുള്ളൂ. ഉള്ളതൊക്കെ മതി, അതുകൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതെ, അതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമുക്കിപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവരുടെ സ്വപ്നമായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഹാപ്പിനെസ്സിലേക്കുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹമാണ്. ഇതല്ലാതെ സ്നേഹിക്കുന്നത് നമുക്ക് സ്നേഹത്തിനേക്കാൾ കൂടുതൽ ദുഃഖമായിരിക്കും. അവരെന്താ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. പ്രതിഫലേച്ഛയോടെ അല്ലാത്ത സ്നേഹം എപ്പോഴും നമുക്ക് നല്ല ഹാപ്പിനെസ് കൊണ്ടുവരും. മറ്റൊരു കാര്യമാണ് ലിവ് ഇൻ ദ പ്രസന്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് കുറ്റബോധമോ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയോ ഒന്നും കൂടാതെ തന്നെ ഈ നിമിഷത്തെ എങ്ങനെ മനോഹരമാക്കാം, അത് നമ്മുടെ ജീവിതത്തിലെ എങ്ങനെ സന്തോഷം കൊണ്ടുവരുത്താമെന്ന് ആലോചിക്കുക. അപ്പം നിങ്ങളെ ഹാപ്പി ആക്കുന്നത് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും സ്ട്രോങ് ആയിട്ടും അടിപൊളിയായിട്ടിരിക്കുക. ദിസ് ഇസ് ഡേ 9 of 100 ഡെയിലി ഷോർട്ട് വീഡിയോസ്. അപ്പോൾ നാളെ കാണാം.